മന്ത്രിമാരുടെ വകുപ്പുകൾ നിശ്ചയിച്ച് പൊതുഭരണ വകുപ്പ് വിജ്ഞാപനം പുറത്തിറക്കി. ലത്തീൻ സഭയുടെ എതിർപ്പിനിടെ ഫിഷറീസ് വകുപ്പ് മുസ്ലിം ലീഗിന് നൽകി. വി അബ്ദുൽ ഗഫൂർ ഫിഷറീസ് വകുപ്പ് കൈകാര്യം ചെയ്യും. അവസാന നിമിഷത്തെ ട്വിസ്റ്റിൽ റവന്യൂ AP അനിൽകുമാറിനും വൈദ്യുതി വകുപ്പ് സണ്ണി ജോസഫിനുമാണ്. ഗവർണർ അംഗീകരിച്ച പട്ടിക 24 ആണ് ആദ്യം പുറത്തുവിട്ടത്. ദീപക് ധർമ്മടം വിവരങ്ങളുമായി. ദീപക്, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പലതരത്തിലുള്ള അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഏത് പട്ടികയാണ് ഗവർണർ അംഗീകരിച്ചത് എന്നുള്ളത് പുറം ലോകത്തെ അറിയിച്ചത് ദീപക്കാണ്. ഇതിൽ അവസാന നിമിഷവും ചില ട്വിസ്റ്റുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. വിവരങ്ങൾ എങ്ങനെയാണ്? അനുജ രാജേഷ്, അങ്ങ് പറഞ്ഞതുപോലെ തന്നെയാണ്. അവസാന നിമിഷവും ട്വിസ്റ്റുകളാൽ സമ്പുഷ്ടമായിരുന്നു ഈ പട്ടിക എന്നുള്ളതാണ്. പലതവണ പട്ടിക മാറി. ഇന്ന് കാലത്താണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എന്ന് പറയുന്നത് ശരിയല്ല, മുഖ്യമന്ത്രിയാണ് പട്ടിക കൈമാറേണ്ടത്. മുഖ്യമന്ത്രി ഗവർണർക്ക് ലോക് ഭവന് പട്ടിക കൈമാറിയത്. ആ പട്ടികയുടെ പകർപ്പാണ് ഇത്. ഈ പകർപ്പിൽ വളരെ കൃത്യമായി തന്നെ ഓരോ വകുപ്പുകൾ നിശ്ചയിച്ചു കൊടുത്തതിൽ ഏറ്റവും കൂടുതൽ വകുപ്പുകൾ ഉള്ളത് മുഖ്യമന്ത്രി VD സതീശന് തന്നെയാണ്. 37 വകുപ്പുകളാണ് മുഖ്യമന്ത്രി നേരിട്ട് കൈകാര്യം ചെയ്യുക. അതിലേറ്റവും പ്രധാനം ഫിനാൻസ് ആണ്, ഒന്നാമത്തത് നാഷണൽ സേവിങ്സ്. അതിൽ പ്രധാനപ്പെട്ട മറ്റു വകുപ്പുകൾ വരുന്നത് തുറമുഖവും നിയമവുമാണ്. തുറമുഖ വകുപ്പ്, നിയമവകുപ്പ്, പ്ലാനിംഗ് വകുപ്പ്, GID സ്വാഭാവികമായും മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യാറുണ്ട്. അതുപോലെ ഓൾ ഇന്ത്യ സർവീസും കൈകാര്യം ചെയ്യാറുണ്ട്. പക്ഷേ എന്നാൽ സയൻസ് ആൻഡ് ടെക്നോളജിയും അതുപോലെ പൊല്യൂഷൻ കൺട്രോൾ ഉൾപ്പെടെ മുഖ്യമന്ത്രിക്ക് ഇടപെടാൻ പറ്റുന്ന രീതിയിൽ മുഖ്യമന്ത്രിയുടെ വകുപ്പായി മാറുന്നു. 37 വകുപ്പുകൾ സ്വന്തമായി കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയാണ് VD സതീശൻ എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. മറ്റുള്ളവരുടെ വകുപ്പുകളിലേക്ക് കടക്കുമ്പോൾ രണ്ടാമനായി പട്ടികയിൽ, അതായത് വിജ്ഞാപനത്തിന് വേണ്ടിയുള്ള പട്ടികയിൽ രണ്ടാമൻ രമേശ് ചെന്നിത്തലയാണ്. ആഭ്യന്തരം, വിജിലൻസ്, ഫയർ ആൻഡ് റെസ്ക്യൂ, അതുപോലെ തന്നെ ജയിൽ, കയർ വകുപ്പ്. ആലപ്പുഴയിലാണ് കയർ തൊഴിലാളികൾ കൂടുതലുള്ളത്. ആലപ്പുഴയിൽ നിന്നുള്ള MLA കൂടിയാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. രമേശ് ചെന്നിത്തലയ്ക്ക് യഥാർത്ഥത്തിൽ അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരേണ്ട ഒരു സീനിയർ നേതാവാണ്. അദ്ദേഹത്തിന് ഒരു ആശ്വാസം എന്നുള്ള നിലയിലാണ് ആഭ്യന്തര വകുപ്പിലേക്ക് അദ്ദേഹം വരുന്നത്. ആദ്യം മന്ത്രിസഭയിലേക്ക് ഇല്ലെന്ന് പറഞ്ഞു. പിന്നീട് നഷ്ടം പറ്റിയിരിക്കുന്നത് സണ്ണി ജോസഫിനാണ്. സണ്ണി ജോസഫ് KPCC പ്രസിഡന്റാണ്. ഈ തെരഞ്ഞെടുപ്പിൽ നയിച്ച പ്രധാനപ്പെട്ട ഒരാളാണ്. അദ്ദേഹത്തിന് റവന്യൂ വകുപ്പാണ് തീരുമാനിച്ചത്. പക്ഷേ എന്നാൽ പൊടുന്നനെ ആ വകുപ്പ് മാറി ഇലക്ട്രിസിറ്റിയിലേക്ക് അദ്ദേഹം മാറുന്നു. അതിനൊപ്പം പരിസ്ഥിതിയും പാർലമെന്ററി കാര്യവും, അതങ്ങനെ പ്രധാനപ്പെട്ട വകുപ്പല്ല. വൈദ്യുതി വകുപ്പിലേക്ക് സണ്ണി ജോസഫ് ഒതുക്കപ്പെടുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മുരളീധരൻ ഗോളടിച്ചു. ആദ്യം മുതൽ പറഞ്ഞ വകുപ്പിൽ തന്നെ ഉറച്ചു നിർത്താൻ, വകുപ്പ് ഉറപ്പിക്കാൻ മുരളീധരന് സാധിച്ചു. അത് ആരോഗ്യവും ദേവസ്വവുമാണ്. ഈ ദേവസ്വം വകുപ്പിൽ കൃത്യമായി ഇടപെടുമെന്ന് മുരളീധരൻ നമ്മളോട് പറഞ്ഞതാണ്. പല അഴിമതികളും പുറത്തു കൊണ്ടുവരാനുണ്ട്, ബാക്കി കാണാനേ പോകുന്നുള്ളൂ എന്ന് അദ്ദേഹം ഈ സത്യപ്രതിജ്ഞാ ദിവസം 24നോട് പറഞ്ഞതാണ്. പക്ഷേ എന്നാൽ അദ്ദേഹത്തിൻ്റെ വകുപ്പുകൾ മാറുന്നു എന്ന് വാർത്തകൾ പ്രചരിച്ചിരുന്നു. പക്ഷേ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പട്ടികയിൽ ആരോഗ്യം മുരളീധരനാണ്. ഒപ്പം തന്നെ മെഡിക്കൽ യൂണിവേഴ്സിറ്റി, അതുപോലെ ആയുർവേദം, ഇൻഡിജിനസ് മെഡിസിനും അതുപോലെ ആയുഷും, പിന്നെ ഇതിനൊപ്പമാണ് ദേവസ്വവും വന്നിരിക്കുന്നത്. AP അനിൽകുമാർ മറ്റൊരു ഗോൾ അടിച്ച ഒരാളാണ്. അദ്ദേഹം KC വേണുഗോപാലിൻ്റെ വലങ്കയ്യാണ്. അദ്ദേഹത്തിന് റവന്യൂ വകുപ്പ് പൂർണ്ണമായി ലഭിക്കുന്നു. അതിൽ ലാൻഡ് സർവേ ഉൾപ്പെടെയുള്ള വകുപ്പാണ് ലഭിച്ചിരിക്കുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. മറ്റൊരു കാര്യം ലീഗിൻ്റെ വകുപ്പുകളാണ്. ലീഗിന് നേരത്തെ പറഞ്ഞ വകുപ്പുകളെല്ലാം ഒന്നുപോലും മാറാതെ, ഒരുപക്ഷെ 24 ആണ് ലീഗിൻ്റെ വകുപ്പുകൾ ആദ്യം പുറത്തുവിടുന്നത്. 7 ദിവസം മുമ്പ് പറഞ്ഞു. അതിൽ PWDയിൽ PK ബഷീർ വന്നു, തദ്ദേശത്തിൽ KM ഷാജി വന്നു, വിദ്യാഭ്യാസത്തിൽ ഷംസുദ്ദീൻ വന്നു. അതായത് ലീഗിൻ്റെ പ്രധാനിയായ PK കുഞ്ഞാലിക്കുട്ടിക്ക് അദ്ദേഹം കൈകാര്യം ചെയ്ത IT-യും അതുപോലെ തന്നെ വ്യവസായവും വന്നു. അതുകൂടാതെ ഇപ്രാവശ്യം AI എന്ന പുതിയ പോർട്ട്ഫോളിയോ കൂടി അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നു. എന്നാൽ മുസ്ലിം ലീഗിൽ നിന്നും ഈ ഫിഷറീസ് വകുപ്പ് എടുത്തു മാറ്റണമെന്ന ആവശ്യം വന്നിരുന്നു. പക്ഷേ ഫിഷറീസ് വകുപ്പ് മുസ്ലിം ലീഗിന് തന്നെ നൽകി. അതായത് ലത്തീൻ സമ്മർദ്ദത്തിന് വഴങ്ങിയില്ല എന്നുള്ളതാണ് വസ്തുത. തുളസിയാണ് പട്ടികജാതി വികസന മന്ത്രി. അങ്ങനെ 21 മന്ത്രിമാരുടെ പട്ടിക ആദ്യം 24 ആണ് പുറത്തുവിടുന്നത്. ഏതായാലും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അനുജ പറഞ്ഞതുപോലെ അവസാന നിമിഷം വരെ പട്ടികയിൽ, ക്യാബിനറ്റിൻ്റെ പോർട്ട്ഫോളിയോ പട്ടികയിൽ ട്വിസ്റ്റുകൾ നിറഞ്ഞിരുന്നു എന്നുള്ളതാണ് വസ്തുത. അനുജ, ദീപക്, ഇതിൽ ഈ ഫിഷറീസ് അത് കാലങ്ങളായി കോൺഗ്രസ് തന്നെ കൈവശം വെച്ചുകൊണ്ടിരുന്നതാണ്. ഗ്രാമവികസനം, ഈ 2 വകുപ്പുകൾ ലീഗിന് വിട്ടു നൽകിയിരിക്കുന്നു എന്നുള്ളതിൽ അതിലൊക്കെ അതൃപ്തികൾ ഇനി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. ഇതിനോടകം തന്നെ എതിർസ്വരങ്ങളൊക്കെ ഉയർന്നതായി നമ്മൾ റിപ്പോർട്ട് നൽകിയിരുന്നതാണ്. അപ്പോൾ അതൊക്കെ എങ്ങനെയാകും? മറ്റൊന്ന്, ഫിഷറീസ് ലീഗിന് നൽകുന്നതിലുള്ള ലത്തീൻ സഭയുടെ അഭിപ്രായ വ്യത്യാസം. അനുജ, ഇതിൽ ലത്തീനിൽ മാത്രമല്ല, ഇത് കോൺഗ്രസിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകും.
ഞാൻ ഈ പട്ടിക ബ്രേക്ക് ചെയ്തതിന് ശേഷം എന്നെ ഒരു ലത്തിൻ വിഭാഗത്തിലുള്ള ഒരു കോൺഗ്രസ് MLA എന്നെ വിളിച്ചിരുന്നു. അദ്ദേഹം വളരെ ശക്തമായ രീതിയിൽ പറഞ്ഞത് ഇത് ക്രൈസ്തവ വോട്ട് കിട്ടിയതിനെ പ്രതികൂലമായി ഒരു തിരിച്ചടിയിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ളതാണ്. അതായത് നമ്മൾ പട്ടിക ബ്രേക്ക് ചെയ്തപ്പോൾ അദ്ദേഹം അത് ശരിയാണോ, ലീഗിന് തന്നെയാണോ ഫിഷറീസ് എന്ന് ചോദിച്ചാണ് വിളിച്ചത്. അപ്പോൾ ഞാൻ പട്ടികയിൽ ഫിഷറീസ് വകുപ്പ്, അതായത് ഫിഷറീസ് വകുപ്പ് ലീഗിന് നേരത്തെ പറഞ്ഞിരുന്നു, അതുതന്നെയാണ് പട്ടികയിൽ വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരു തിരിച്ചടിയാകുമെന്നുള്ളതാണ്. അതായത് ലത്തീൻ രൂപത വളരെ കൃത്യമായി പറഞ്ഞു അത് ഒരു മുസ്ലിം വകുപ്പല്ല. പ്രത്യേകിച്ചും ഈ ലത്തീൻ കാത്തലിക്സ് ആണ് കേരളത്തിലെ സിംഹഭാഗം മത്സ്യത്തൊഴിലാളികളും എന്നുള്ളതാണ് അവരുടെ പക്ഷം. അതുകൊണ്ട് തന്നെ വളരെ ന്യൂനപക്ഷമായി മാത്രമാണ് മുസ്ലിം ജനവിഭാഗം മത്സ്യബന്ധനവും മത്സ്യത്തൊഴിലും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ലത്തീൻ വികാരം മാനിക്കണം എന്ന ആവശ്യമാണ് അവർ തുടക്കത്തിൽ പ്രതിഷേധം നടത്തി. അന്ന് തന്നെ മുഖ്യമന്ത്രി PD സതീശൻ അവരെ എത്തി അനുനയിപ്പിച്ചിരുന്നു. പക്ഷേ എന്നാൽ പട്ടിക വന്നപ്പോൾ ഇപ്പോൾ ലത്തീൻ വിഭാഗത്തിൻ്റെ അല്ലെങ്കിൽ ലത്തീൻ രൂപതയുടെ ആവശ്യങ്ങൾ തള്ളിക്കൊണ്ട് മുസ്ലിം ലീഗിന് തന്നെയാണ് ഫിഷറീസ് നൽകിയിരിക്കുന്നത്. അത് ഈ പട്ടിക വ്യക്തമാക്കുകയാണ്. അതാണ് ഫിഷറീസും ഗ്രാമ വികസനവും, അതും ഈ രണ്ട് വകുപ്പുകൾ ലീഗിന് നൽകുന്നു, ഉന്നത വിദ്യാഭ്യാസം കോൺഗ്രസിന്. ആ തരത്തിലേക്കൊക്കെയാണ്. ഏതായാലും കെ മുരളീധരന് ആരോഗ്യവകുപ്പുണ്ട്, ഒപ്പം തന്നെ ദേവസ്വവും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്, ഫുഡ് ആൻഡ് സേഫ്റ്റി വകുപ്പ് ഉൾപ്പെടെ അദ്ദേഹത്തിനുണ്ട് എന്നൊക്കെയുള്ളതാണ്. ഇതൊന്നും ആദ്യം അങ്ങനെ ആയിരുന്നില്ല. ദേവസ്വം അദ്ദേഹത്തിന് ആയിരിക്കുമോ എന്നൊക്കെയുള്ളതിലൊരു അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് ആ തരത്തിലേക്ക് തന്നെ വരിക്കുന്നു. മറ്റത് ഏറ്റവും പ്രധാനം റവന്യൂ വകുപ്പ്. അത് സണ്ണി ജോസഫിന്റെ പേരാണ് ആദ്യം മുതൽ പറഞ്ഞു കേട്ടത്. പക്ഷേ സീനിയറായ AP അനിൽകുമാറിന് അത്തരം വകുപ്പുകൾ നൽകണം എന്നൊരു അഭിപ്രായം ഉയർന്നതിനെ തുടർന്ന് ആ തരത്തിലേക്ക് കൂടി തീരുമാനം മാറ്റിയിട്ടുണ്ട്. ഏതായാലും പട്ടിക പുറത്തായിരിക്കുന്നു, അതിന്റെ വിജ്ഞാപനം പുറത്തിറക്കിയിരിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.